ഒരു കലിപ്പൻ്റെ ഒരു കുറുമ്പി പെണ്ണിൻ്റെയും മനോഹരമായ കഥയാണ്. കലിപ്പൻ എന്ന കട്ടക്കലിപ്പൻ അല്ലട്ടോ, ഒരു പാവം കലിപ്പൻ. ഇരുനിലകളുള്ള ആ വിക്ടോറിയ കോളേജിൽ പാലക്കാട് ചുവപ്പിൻ്റെ വാഗമരങ്ങളും തണൽ നൽകാൻ രക്തവർണ്ണ ശോഭയോടെ തല ഉയർത്തി നിൽക്കുന്ന, അവിടെയാകെ നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന സ്റ്റാഫ് റൂമും. ഒരു പെൺകുട്ടിയുടെ ശബ്ദമുയർന്നു. സാർ, അവനാണ് പ്രശ്നമുണ്ടാക്കിയത്. അവൾ തല ഉയർത്തി പറഞ്ഞു. സ്റ്റോപ്പ് ശാലിനി, നിർത്തി. നീ കാരണമല്ലേ, പിന്നെ എന്താ അവൻ? അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. കാവ്യ മിസ് പ്ലീസ്. ഞാൻ ഇത് എല്ലാം കേട്ട് കൃഷ്ണദേവ അയ്യർ, അതായത് പ്രിൻസി, അവരെ ദേഷ്യത്തിൽ നോക്കി. എന്നിട്ട് പറഞ്ഞു. സ്റ്റോപ്പ് കാവ്യ, എന്തിനാ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? ശാലിനി പറ, എന്താ അവിടെ നടന്നത്? സാർ, ഞങ്ങൾ അവിടെ പറഞ്ഞു തീരുന്നതിന് മുന്നേ നിശബ്ദത നിറഞ്ഞതും ഇടം ഒരു ആഘോരമായ ശബ്ദമുയർന്നു. എന്താ ഒരു സൗണ്ട്? യെസ് സാർ, എന്താ സൗണ്ട്? അവർ ചെവികൾ പൊത്തി പിടിച്ചു. കൃഷ്ണ ദേവ അയ്യർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കോടി. കൂടെ കാവ്യ മിസ്സും. ശാലിനി പുറത്തേക്കിറങ്ങിയ അവരുടെ കണ്ണുകൾ തള്ളി. റോയൽ റെഡ് ബുള്ളറ്റിൽ പൊടി പാറിപ്പിച്ചുകൊണ്ട് ഒരു ആൾ വന്നു. അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ അടക്കം ഒരു പെണ്ണ പറഞ്ഞു. വാവ്, നൈസ്. ആരാടി അത്? എന്നാ ലുക്ക്, കട്ട താടി മീശ, എന്താലേ? ഒരു ആൺകുട്ടി പരിഭ്രാന്തത്തോടെ പറഞ്ഞു. എടാ തീർന്നു, ആർക്കേ വന്നു, ഇനി പൂരം തുടങ്ങി, അടിപൂരം. ശാലിനി തീർന്നുടാ, എന്താ ചെയ്യുക ഇനി? അവൻ വെപ്രാളത്തോടെ പറഞ്ഞു നിർത്തി. അവൻ ബുള്ളറ്റ് നിർത്തി ഇറങ്ങി. വൈറ്റ് ഷർട്ട് ബ്ലാക്ക് ജീൻസും 6 അടിയോളം പൊക്കം. അവൻ അവിടെ നിന്ന് നടന്നു. കയ്യുകൊണ്ട് മുടിയൊന്ന് ഒതുക്കി വെച്ച് മസിൽ ലുക്കിൽ. ചെക്കനെ കണ്ട കണ്ണെടുക്കില്ലട്ടോ. അവൻ്റെ കണ്ണിൽ തീക്ഷ്ണത നിറഞ്ഞു. ഡാ ജിത്തു, ഈ ആരാ? ഒരു സംശയത്തോടെ അരവിന്ദ് ചോദിച്ചു. ഡാ, നിനക്കറിയില്ലേ? ആളാ ഇവിടത്തെ ഒരാൾ, ഇൻ ഓൾ മാസ് മാൻ. 2 സസ്പെൻഷൻ കഴിഞ്ഞ് ഉള്ള വരവാ മോനെ, രുദ്രനാഥ് കാർത്തിയൻ. അവർ ഒരു സംശയത്തോടെ അമ്പരപ്പോടെ മുഖത്തേക്ക് മുഖം നോക്കി. ഡാ വാ നോക്കാം, അവിടെ എന്താവോ നടക്കാൻ പാടാ. അവർ അവിടേക്ക് ഓടി. ആർക്കെ ശാലിനിയുടെ നേരെ വന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നിനാളം പോലെ ജ്വലിച്ചു. എല്ലാവരും അവരെ തന്നെ നോക്കി. അവൻ ശാലിനിയുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ നേരെ നിർത്തി. ഡി മോളെ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. ശാലിനി അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഉറക്കെ കൃഷ്ണദേവ അയ്യർ, സാർ പ്ലീസ് ഹെൽപ്പ് മീ സാർ എന്ന് അവൾ അലറി. രുദ്രനെ തന്നെ നോക്കി അവൻ്റെ അടുത്തു പോയി. രുദ്ര വിട്, ആ കുട്ടിയുടെ കയ്യിൽ നിന്നും വിട്. രുദ്ര, ഇനിയും നീ പ്രശ്നം ഉണ്ടാക്കാനാണോ വന്നേ? അവനെ പിടിച്ച് മാറ്റുന്നതിനിടയിൽ പറഞ്ഞു. സാർ പ്ലീസ് ഹെൽപ്പ് സാർ മീ. ശാലിനിയുടെ ശബ്ദം ഉയർന്നു. രുദ്ര, നിന്നോടാ പറഞ്ഞ് വിടാൻ. സാർ പറയുന്നത് കേട്ട് രുദ്രൻ ദേഷ്യം ഇറച്ചു കയറി. അവളുടെ കയ്യിലുള്ള പിടി വിട്ട് അവൻ കൃഷ്ണദേവൻ അയ്യറിൻ്റെ നേരെ തിരിഞ്ഞു. സാർ, ഞാൻ പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല. ഈ മോൾ കാരണം എനിക്ക് ഇപ്പോൾ ഇങ്ങനെ വരേണ്ടി വന്നേ എന്നും പറഞ്ഞ് രുദ്രൻ അവളെ നേരെ തിരിഞ്ഞ് വലതു കൈ നീട്ടി ശാലിനിയുടെ കരണം നോക്കി കൊടുത്തു. ഇത്തിരി ഫാസ്റ്റായിട്ടുള്ള അടിയായിരുന്നു ട്ടോ. എല്ലാവരും അമ്പരന്ന് നിന്നു. ഇത് എന്താ ചെയ്യുന്നേ? ഇനി വല്ല പ്രശ്നവുമാവോ? കാവ്യ അതും മനസ്സിൽ പറഞ്ഞ്. എന്നിട്ട് അവരെ നോക്കി. പെട്ടെന്ന് കൃഷ്ണദേവ അയ്യർ കാവ്യൻ്റെ അടുത്തേക്ക് വന്നു. കാവ്യ പ്ലീസ് ഹെൽപ്പ്. താൻ പറഞ്ഞാലേ അവൻ കേൾക്കൂ, അയാൾ ദയനീയതയോടെ പറഞ്ഞു. സാർ ഞാൻ പ്ലീസ് കാവ്യ. ഓക്കെ സാർ. അതും പറഞ്ഞ് അവൾ അവരുടെ അരികിലേക്ക് നടന്നു.
കാർത്തി, അവൾ ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചു. എല്ലാവരും അവളെ തന്നെ ആകാംക്ഷയോടെ നോക്കി നിന്നു. മതി, നിർത്ത്, എന്താ നീ ചെയ്യുന്നേ? അവൾ അവരുടെ ഇടയിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു. എന്താ നീ കാണുന്നില്ലേ എന്താ ചെയ്യുന്നേ എന്ന്? മാറു കാവ്യ അവിടുന്ന്, അവളെ ഒന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, നീ ഇന്ന് വന്നുള്ളൂ, അപ്പോഴേക്കും അടുത്ത പ്രശ്നമുണ്ടാക്കാനാണോ നിന്റെ ഭാവം? അത് വിട് കാർത്തി, പ്ലീസ്, അവൾ യാചന രൂപേണ പറഞ്ഞു. കാവ്യ, നീ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈ വിട്ടു. എന്നിട്ട് ശാലിനിയുടെ നേരെ തിരിഞ്ഞു. ഡി മോളെ, നിന്നെ വെറുതെ വിട്ടു എന്ന് വിചാരിക്കണ്ട. ഇനി നീ ഞങ്ങളുടെ നേരെ വന്ന മോളെ ശാലിനി, പിന്നെ നീ ഇവിടെ ഉണ്ടാകില്ല. അത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ കാവ്യയുടെ കൈ പിടിച്ച് അവിടുന്ന് പോയി. അവർ പോയതും കൃഷ്ണദേവ അയ്യർ എല്ലാവരോടും ക്ലാസ്സിൽ കയറാൻ പറഞ്ഞ് വീണ്ടും അവിടം നിശബ്ദമായി. ഡാ കാർത്തി, നീ എന്താ ചെയ്യുന്നേ? ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ശാലിനി ചെയ്തത് തെറ്റാണ് എന്ന അതിന് ജോൺ അവളെ അടിച്ചു. പിന്നെ നീ എന്തിനാ വെറുതെ? കാവ്യ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നിട്ട് അവനെ നോക്കി. ഓ, ഒന്ന് നിർത്തടി കോപ്പേ, അവൾ ചെയ്തത് തെറ്റോ? നീ തന്നെ പറഞ്ഞല്ലോ. പിന്നെന്താ, നമുക്ക് എതിരെ ആര് അനാവശ്യമായി പറഞ്ഞാലും ഈ രുദ്രൻ്റെ മറ്റൊരു ഭാവം കാണും. ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ ദൂരേക്ക് നോക്കി. അവൾ ഒന്നും മിണ്ടിയില്ല. ആ ജോൺ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തരിച്ചു വന്നതാ. നീ കാരണം ഞാൻ അവളെ വെറുതെ വിട്ടേ. അപ്പോൾ ജോൺ വന്നില്ലേ, വിളിച്ചു പറഞ്ഞേ. ഇനി ഒന്നിനും പോവണ്ട കേട്ടോ നീ. ആ നന്ദൻ കാരണം മോന് 2 സസ്പെൻഷൻ കിട്ടിയോ മറന്നിട്ടില്ലല്ലോ. അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ഒന്നിനും പോണ്ട. അവൾ ഇത്തിരി വിഷമത്തിലും ദേഷ്യത്തിലും പറഞ്ഞു. ടി പുല്ലേ, എന്താ നമ്മളെപ്പറ്റി ആവശ്യമില്ലാത്തത് പറഞ്ഞ് കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അത് ഇപ്പോൾ എന്തൊക്കെ വന്നാലും. അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓ എൻ്റെ പൊന്നോ, മതി, നിർത്ത്. നിന്നോട് പറഞ്ഞ് ജയിക്കാൻ എനിക്ക് വയ്യ. അവൾ കുസൃതിയോടെ പറഞ്ഞു ചിരിച്ചു. അപ്പോഴേക്കും അവരുടെ ഫ്രണ്ട്സ് വന്നു. ജോൺ, ശിവ, കിരൺ, ജോബിൻ. ഡാ അളിയ, തിരിച്ചു വരവ് പൊളിയ, കോളേജ് ഒന്ന് കലക്കി മറിച്ചു. ജോൺ ഇത്രയും പറഞ്ഞ് രുദ്രനെ കെട്ടിപ്പിടിച്ചു. ടി കാവ്യ, നിനക്ക് ഇനി ക്ലാസ്സില്ലേ? കാവ്യൻ്റെ തലയ്ക്കു തട്ടി ജോൺ ചോദിച്ചു. ഉണ്ട് ഡാ, ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ എന്ന ഞാൻ പോവുക. നിങ്ങൾ ക്ലാസ്സിൽ കയറാൻ നോക്ക്. പോകുന്നതിനിടെ അവൾ പറഞ്ഞു. അഹഹാ, ക്ലാസ്സിൽ കയറാണോ? കാവ്യ കൊച്ചു പോവാൻ നോക്ക്. രുദ്രൻ ഒരു കുസൃതിയോടെ ചിരിച്ചു പറഞ്ഞു. ഓ, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഡാ പിള്ളാരെ, ഇവന്മാരോട് കൂടെ കൂടി വെറുതെ ചീത്തയാവണ്ട. മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറിക്കോ. കാവ്യ പറഞ്ഞ് ശിവനെ, ജോബിനെയും കിരൺ, നന്ദുവിനെയും സല്ലുവിനെയും മാറി നോക്കി. യെസ് മിസ്, ഞങ്ങൾ കേക്കിക്കൊള്ളാം. കയറിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഡാ ഞാൻ പോവുക, ബൈ. അവൾ പോകുന്നത് നോക്കി അവർ നിന്നു. എന്താടാ ഇവിടെ ഒരു മാറ്റം? ഭയങ്കര വൃത്തിയില്ലേ? എന്തോടാ? അവൻ എല്ലാമിടം കണ്ണോടിച്ച് ചോദിച്ചു. ജൂനിയേഴ്സ് വന്നല്ലോ, അപ്പോൾ അതിൻ്റെ വൃത്തിയാക്കാൻ അത് തന്നെ. ഓ വന്നോ എല്ലാവരും? അവൻ കൈ വിടർത്തിക്കൊണ്ട് പറഞ്ഞു. ഡാ ഇവൻ എന്താടാ? ഇവനാ ശിവജിത്ത് എന്ന ശിവ, ഒരു പട്ടാമ്പിക്കാരൻ, ഒരു പാവ. ഇത്രയും ജോൺ പറഞ്ഞ് ശിവയെ ചേർത്ത് പിടിച്ചു. ഹായ് രുദ്രചേട്ടാ, ശിവ ഒരു ബഹുമാനത്തോടെ പറഞ്ഞു. രുദ്രൻ അവനെ അടിമുടി നോക്കി. ഹായ്. ഓക്കെ ചേട്ടാ. വേണ്ട രുദ്രൻ, അല്ലെങ്കിലും ആർക്കേ ഓക്കെ ശിവ. ഓക്കെ. രുദ്രൻ അവനെ നോക്കി കണ്ണുറുകി. മോർണിംഗ് സ്റ്റാൻഡൻസ്, വെൽക്കം എ ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങൾ എന്നെ അറിയാം അല്ലേ? അറിയാത്തവർക്ക് വേണ്ടി ഐ ആം കാവ്യ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. എല്ലാവരെയും നോക്കി. പൊട്ടനാണ് അങ്ങോട്ട് കൃഷ്ണദേവ അയ്യർ വന്നത്. പ്രിൻസിയെ കടത്തിയതും എല്ലാവരും എന്നിട്ട് വിഷ് ചെയ്തു. ഓക്കെ സിറ്റ്. അയാൾ കൈ കൊണ്ട് ഇരിക്കുമെന്ന് പറഞ്ഞ് അയാൾ കാവ്യൻ്റെ നേരെ വന്ന്. എന്താ സാർ?
ഓക്കെ കാവ്യ, താൻ ഇനി മുതൽ ഈ ക്ലാസ്സിൽ ഇൻചാർജ് ഏറ്റെടുക്കണം. തോമസ് സാർ ഉണ്ടെങ്കിൽ സാറിനെ ട്രാൻസ്ഫർ ആണ്. ഇതൊന്നും പറയാൻ വന്നതാ. ഓക്കെ കാവ്യ, ക്ലാസ് എടുത്തോളാം. ഓക്കെ സാർ. അതും പറഞ്ഞ് അയാൾ പോയി. കാവ്യ ക്ലാസ് എടുത്തു. രുദ്രൻ ക്യാൻറ്റീനിലിരുന്ന് പെപ്സി കുടിക്കാൻ. അപ്പോഴാണ് ജോൺ വന്നത്. ഡാ, അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു. എന്തുവാടാ? ഡാ, ജൂനിയേഴ്സിലെ ഒരു കൊച്ച് ഇത്തിരി സീനാ, ജോൺ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് സീൻ? രുദ്രൻ ചോദിച്ചു. എടാ, അത് വന്നപ്പോഴേക്കും ജോബിനെ തല്ലി. ദേഷ്യവും പുച്ഛത്തോടെ പറഞ്ഞു. ഓ, നമ്മുടെ കോളേജിലെ നമ്മളെക്കാൾ സീനോ? അത് ആരാടാ? രുദ്രൻ ചിരിയോടെ ചോദിച്ചു. ആടാ, നമുക്ക് ഒന്ന് പോയി കണ്ടാലോ? എന്നാ വാ, പോയി കണ്ടേക്കാം.